നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇന്റർ മയാമിയുടെ 2026 സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രീ സീസൺ മത്സരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എതിരാളികൾ പെറുവിൽ നിന്നുള്ളൊരു ടീമുണ്ട്, കൊളംബിയൻ ടീമുണ്ട്, പിന്നെ ബാഴ്സലോണ SC ഉണ്ട്. അപ്പോൾ ആ മത്സരങ്ങളുടെ സമയക്രമമൊക്കെ ഒന്ന് നോക്കുകയാണ്. ഇന്റർ മയാമി ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രീ സീസൺ ഫ്രണ്ട്ലി. ജനുവരി 24-നാണ് ആദ്യ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം. പെറുവിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുക. എതിരാളികൾ അലിയൻസ് ലീമയാണ്. പെറുവിയൻ ക്ലബ്ബായിട്ടുള്ള അലിയൻസ് ലീമയാണ് എതിരാളികൾ. ജനുവരി 31-നാണ് രണ്ടാമത്തെ മത്സരം. അത് കൊളംബിയയിൽ വെച്ചിട്ട് നടക്കും. അവിടുത്തെ ക്ലബ്ബായിട്ടുള്ള അത്ലറ്റിക്കോ നാസിയോണലുമായിട്ടാണ് ആ ഒരു മത്സരം കളിക്കുന്നത്. മൂന്നാമത്തെ മത്സരം ഫെബ്രുവരി 7-ന് ഇക്വഡോറിൽ വെച്ചിട്ട് ബാഴ്സലോണ SCക്കെതിരെ, ബാഴ്സലോണ ഡി ഗുയാക്കിലിനെതിരെയാണ് ആ മത്സരമുള്ളത്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നർത്ഥം. സൗത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്കെതിരെയാണ് കളിക്കുന്നത്. ഇനി ബാഴ്സലോണ SC മിക്ക ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഇനിയിപ്പോൾ തമ്പനയിലിൽ താൻ ബാഴ്സ എന്നെഴുതി പറ്റിച്ചു എന്ന് പറഞ്ഞ് ചുക്കും ചുണ്ണാവും എന്താണെന്ന് തിരിച്ചറിയാത്തവർ വന്നേക്കാം. ബാഴ്സലോണ SC എന്ന് എഴുതിയിട്ടുണ്ട്, അവരുടെ എംബ്ലം വെച്ചിട്ടുണ്ട് തമ്പനയിൽ. അപ്പോൾ അത് തന്നെ കൃത്യമാണ്, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാഴ്സലോണ അല്ല എന്നുള്ളത്. ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ബാഴ്സലോണ SC എന്ന ക്ലബിനെ കുറിച്ച് അറിയാം. ഇക്വഡോറിയൻ ക്ലബ്ബാണ്. 1925 യൂറ്റിമോ പെരസ്, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്, യൂറ്റിമോ പെരസ് ആണ് ഈ ഒരു ക്ലബ്ബ് അവിടെ സ്ഥാപിക്കുന്നത്. ഈ യൂറ്റിമോ പെരസ് സ്പെയിൻകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ ആണ് ബാഴ്സലോണ. ബാഴ്സലോണക്കാരനാണ്. അവിടെ നിന്ന് ഇക്വഡോറിലേക്ക് കുടിയേറിയ ആളാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഹോം ടൗണിൻ്റെ പേര് ഈ ക്ലബ്ബിനിടുകയായിരുന്നു. അങ്ങനെയാണ് ബാഴ്സലോണ SC എന്ന ക്ലബ്ബ് പിറക്കുന്നത്. എന്തായാലും സൗത്ത് അമേരിക്കയിൽ പ്രധാനപ്പെട്ട ക്ലബ്ബുകളിലൊന്നാണ് ഇന്ന് ബാഴ്സലോണ SC. ഏതായാലും ലിയോ മെസ്സിയും സംഘവും അടുത്ത വർഷത്തെ MLS സീസണിനായിട്ട് ഒരുങ്ങാൻ പോകുന്നു. നമുക്കറിയാമല്ലോ, ഇപ്പം നിലവിൽ ഈ സീസണിൽ ചാമ്പ്യന്മാരായിക്കൊണ്ടാണ് അവർ ടൂർണമെൻറ്റ് അവസാനിപ്പിച്ചത്. MLS കപ്പ് അവർ നേടിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ കരുത്തുറ്റ ടീം കൊണ്ട്, ഈ വിജയിച്ച ടീമിനേക്കാൾ കരുത്തുറ്റ ടീമിനെ കൊണ്ട് അടുത്ത വർഷം കളിക്കാനാണ് തങ്ങൾക്ക് ആഗ്രഹമെന്ന് ഇന്റർ മയാമിയുടെ കോണർ ഹോർഗെ മാസ് പറയുന്നത് നമ്മൾ കേട്ടു. ടീം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്ക് അവർ കടക്കുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചിലതൊക്കെ നടക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.